ഹലോ ഹായ് എല്ലാവർക്കും സ്റ്റൈലിഷ് ഫോർ യു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഐബ്രോ റുട്ടീനാണ്. അപ്പോൾ നമുക്ക് വേദനയില്ലാതെ വീട്ടിൽ തന്നെ എങ്ങനെ ഐബ്രോസ് ചെയ്യാം, അതിനോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് ഐബ്രോസ് എഴുതാം എന്നും കൂടെ ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഇതുപോലത്തെ ഒരു റേസറാണ്. ഇത് ഐബ്രോസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള റേസറാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ട്വീസേഴ്സ് ആവശ്യമുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ഐബ്രോ കിറ്റുണ്ട്. ഇതിനകത്ത് ബ്രൗൺ ഷെയ്ഡാണ്, ബ്രൗൺ പൗഡറുണ്ട്, പിന്നെ ഒരു ഹൈലൈറ്റർ, പിന്നെ ഒരു ജെല്ലുണ്ട്. ഇത് അതിൻ്റെ കൂടെ കിട്ടിയ 2 ബ്രഷസ് ആണ്. ഇത് രണ്ടും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ സ്ലാൻഡിങ് ആയിട്ടുള്ള ബ്രഷാണ്. എനിക്കിതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ വേണമെങ്കിൽ ഇത് കാണിച്ചു തരാം. പ്രോ കൗണ്ടർ ബ്രോ കിറ്റാണ്. പിന്നെ നമുക്ക് ഒരു സിസറും ആവശ്യമുണ്ട്. ഇത് ഐബ്രോസിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിസറാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റീസെൻ്റായിട്ട് ഐബ്രോസ് ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ ഈ വീഡിയോ ട്യൂട്ടോറിയലിന് വേണ്ടിയിട്ട് ഐബ്രോസൊക്കെ വളർത്തിയിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഐബ്രോസ് നല്ലതായിട്ട് ഷേപ്പ് ചെയ്ത് കിട്ടാനായിട്ട് 3 പോയിൻറ്റ്സ് ഉണ്ട്. നമ്മളൊരു പെൻസിൽ അല്ലെങ്കിൽ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് മൂക്കിൻ്റെ അറ്റത്ത് വെച്ച് നേരെ പിടിക്കുക. കണ്ണിൻ്റെ ആ ഫസ്റ്റ് അറ്റത്ത് വരുന്നതാണ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ കൃഷ്ണമണിയുടെ അവിടെ വരുന്നതാണ് സെക്കൻഡ് പോയിൻറ്റ്. തേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ അറ്റത്ത് വരുന്ന പോയിൻ്റാണ് തേർഡ് പോയിൻറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്താൽ നമ്മുടെ ഐബ്രോസ് നല്ലപോലെ ഷേപ്പായിട്ട് കിട്ടും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഐബ്രോസ് ഒന്ന് ബ്രഷ് ചെയ്യാം. എക്സ്ട്രാ ഹെയർസ് ഒക്കെ ഒന്ന് മുകളിലോട്ടൊന്ന് ആക്കിയിട്ട് നല്ലതായിട്ട് ബ്രഷ് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ആംഗിൾ ബ്രഷാണ്. ഇനി ഇതുപോലത്തെ ഒരു ഐബ്രോ റേസർ എടുക്കാം. നമ്മൾ വേറെ ബ്ലേഡ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഐബ്രോ റേസർ. ഇത് വെച്ച് ചെയ്യുമ്പോൾ വേറെ ഒരു പാടും വേദനയൊന്നും വരില്ല. അപ്പോൾ നമുക്കിതുപോലെ കുറച്ച് ഹെയർസ്, ഇതുപോലത്തെ ഗ്രോൺ ഔട്ട് ഹെയർസ് കുറച്ചായിട്ട് നമുക്ക് ഷേവ് ചെയ്ത് കളയാം. ഒറ്റയടിക്ക് ഷേവ് ചെയ്യാൻ പാടില്ല. ഐബ്രോസ് ആയതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ ഷേവ് ചെയ്ത് കളയാം. ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതിന് വലിയ വിലയൊന്നും ഇല്ലായിരുന്നു. ഞാനിത് വാങ്ങിച്ചത് ഇവിടെ ഉസുപ്സു എന്ന് പറഞ്ഞിട്ടൊരു ജാപ്പനീസ് സ്റ്റോറുണ്ട്, അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് പതുക്കെ ഇത് നമുക്ക് ഷേവ് ചെയ്തെടുക്കാം. പിന്നെ അകത്തോട്ടുള്ള ഭാഗത്ത് ഷേവ് ചെയ്യാനായിട്ട് കുറച്ച് പേടിയുണ്ടെങ്കിൽ നമുക്ക് ട്വീസേഴ്സ് യൂസ് ചെയ്തിട്ട് എക്സ്ട്രാ ഹെയർസ് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഓരോരോ ഹെയർസ് റിമൂവ് ചെയ്യാം. ഇനി ഇതുപോലെ എക്സ്ട്രാ ഹെയർസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ഒന്ന് ചീവിട്ട് മുകളിലത്തെ ഭാഗത്തിലോട്ടൊന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള ഐബ്രോ സിസേഴ്സ് ഉണ്ട്. അത് വെച്ച് നമുക്ക് പതുക്കെ കുറച്ച് മുടി എടുത്തിട്ട് വേണം നമുക്ക് ട്രിം ചെയ്തെടുക്കാൻ. അതൊന്നും സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മൾ ട്രിം ചെയ്യാൻ. ഇനി
ഇനി എക്സ്ട്രാ ഹെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് ട്വീസേഴ്സ് വെച്ചിട്ട് നമുക്ക് പതുക്കെ അത് റിമൂവ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ 2 ഐബ്രോസും തമ്മിലുള്ള വ്യത്യാസം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ ഐബ്രോസ് നല്ലപോലെ എടുത്ത് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഐബ്രോ കിറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഐബ്രോസ് എഴുതാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ആംഗിൾ ബ്രഷ് എടുത്തിട്ട് ബ്രൗൺ, ഇതൊരു പൗഡറാണ്, ഈ പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഐബ്രോസ് എഴുതാം. നിങ്ങളുടെ കയ്യിൽ ഐബ്രോയുടെ പെൻസിൽ ഉണ്ടെങ്കിൽ അത് മതി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഐബ്രോസ് ഒരിക്കലും സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് അത് ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് തരിക. അപ്പോൾ നമ്മൾ മുക്കാൽ ഭാഗത്തിൽ നമ്മുടെ ഐബ്രോസിൻ്റെ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തിൽ നമുക്ക് പതുക്കെ സ്ട്രോക്സ് എഴുതി തുടങ്ങാം ബാക്കിലോട്ട്. കണ്ടില്ലേ, ഞാൻ ആ ഫസ്റ്റത്തെ ഫ്രണ്ട് പോർഷൻ അങ്ങനെ വിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പതുക്കെ ഓരോരോ സ്ട്രോക്സ് എഴുതാം. ഞാൻ ഇപ്പോഴും ആ ഒരു അറ്റം ഭാഗം തൊട്ടിട്ടില്ല, താഴത്തെ ഭാഗത്തിൽ മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറച്ച് പൗഡർ എടുത്ത് നമുക്ക് പതുക്കെ നല്ലപോലെ ഐബ്രോയുടെ ഷേപ്പിൽ എഴുതാം. ഇനി നമുക്ക് ഈ ജെൽ ഫോം എടുക്കാം. ഇതൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്, ബ്ലാക്ക് അല്ല. ജെൽ ഫോം എടുത്തിട്ടും ഞാൻ ആ ടിപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഞാൻ മുക്കാൽ ഭാഗത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനിയുള്ള ഗ്യാപ്സിൽ നമുക്ക് ഫില്ല് ചെയ്യാം. കുറച്ച് താഴേന്ന് എഴുതുന്നുണ്ട്, പക്ഷേ ആ മുകളിലത്തെ ആ ടിപ്പ് ഇതുവരെ ഞാൻ തൊട്ടിട്ടില്ല. അപ്പോഴേ നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്കിംഗ് ഐബ്രോസ് കിട്ടുള്ളൂ. നമുക്കിനി എക്സ്ട്രാ ഗ്യാപ്സ് ഒക്കെ ഉള്ള സ്ഥലത്ത് നമുക്കിനി ജസ്റ്റ് ഒന്ന് പതുക്കെ സ്ട്രോക്ക് എഴുതി കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് പതുക്കെ നല്ലതായിട്ട് കോംബ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഐബ്രോസിൻ്റെ അറ്റത്തും നല്ലപോലെ കോംബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു നാച്ചുറൽ ലുക്കിംഗ് ഐബ്രോസ് കിട്ടും. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ഐബ്രോ പെൻസിൽ വെച്ച് സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഭയങ്കര ആർട്ടിഫിഷ്യൽ ലുക്കായിരിക്കും. ഇതുപോലെ ചെയ്താൽ നല്ല നാച്ചുറലായിട്ടുള്ളൊരു ലുക്ക് കിട്ടും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാമല്ലോ. ഇതാണ് ഞാൻ ചെയ്ത ഐബ്രോസ്. ഈ ഐബ്രോസ് ഞാൻ തൊട്ടിട്ടില്ല. ലാസ്റ്റ് നമുക്ക് ഈ ഹൈലൈറ്റർ കൊടുക്കാം. അപ്പം നമ്മുടെ ഐബ്രോസ് കുറച്ചും കൂടെ പോപ്പ് ഔട്ട് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഐബ്രോസ് ഒന്ന് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ മീറ്റ് ചെയ്യാം കേട്ടോ. ബൈ.